നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം 36 വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിൽ തങ്ങളുടെ ആദ്യ വിജയം നേടിയിരിക്കുകയാണ് സ്കോട്ട്ലൻഡ്. 1990-ലാണ് ഇതിനു മുമ്പ് സ്കോട്ട്ലൻഡ് വേൾഡ് കപ്പിൽ ഒരു മത്സരം വിജയിച്ചിരുന്നത്. അതിനുശേഷം 36 കൊല്ലങ്ങൾക്ക് ശേഷം വിജയം വരുന്നു. ഏറ്റവും ഒടുവിൽ അവർ വേൾഡ് കപ്പ് കളിച്ച് 1998-ലാണ്. അന്ന് അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത് ക്രൈഗ് ബേളിയാണ്. അതിനുശേഷം ജോൺ മാക്കിന് അവരുടെ ഫസ്റ്റ് ഗോൾ, അതിനുശേഷമുള്ള ഫസ്റ്റ് ഗോൾ നേടിയിരിക്കുന്നു. ആ ഒറ്റ ഗോളിന് അവർ വിജയിച്ച് കയറുകയും ചെയ്തു. ഹെയ്ത്തിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്കോട്ട്ലൻഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നു. മത്സരത്തിൽ ഹെയ്ത്തിയുടെ നിരയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഡെക്കൻ സ്നെയ്സൺ ഉണ്ടായിരുന്നു. ഡെക്കൻ സ്നെയ്സൺ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഓർക്കുന്ന ഒരു കളിക്കാരനാണ്. കെർവൻസ് ബെൽഫോർട്ടും ഡെക്കൻ സ്നെയ്സണും ഹെയ്ത്തിക്കാരായിരുന്നു. ഡെക്കൻ സ്നെയ്സൺ ഇപ്പോഴും മികച്ച രൂപത്തിൽ തന്നെ തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിൽ, ഹെയ്ത്തിയുടെ സ്ക്വാഡിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായിരുന്നു, കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. അതേസമയം സ്കോട്ട്ലൻഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ ആഡംസും അതുപോലെ ഷംഗ്ലൻഡുമാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ഹെയ്ത്തിക്കായിട്ട് പിയററ്റും ഇസിഡോറുമാണ് മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 28-ാമത്തെ മിനിറ്റിലാണ് മെക്കിനിലൂടെ സ്കോട്ട്ലൻഡ് ലീഡെടുത്തത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്കോട്ട്ലൻഡ് മുന്നിലായിരുന്നു. രണ്ടാം പകുതി പിന്നെ ഗോളുകൾ പിറന്നില്ല. ഹെയ്ത്തി നല്ല രൂപത്തിൽ പൊരുതിയിട്ടുണ്ട്, അവസരങ്ങൾ അവരും ഉണ്ടാക്കിയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. 1-0 വിജയത്തോടുകൂടി സ്കോട്ട്ലൻഡ് ഗ്രൂപ്പ് സിയിൽ എല്ലാ ടീമുകളും ഓരോ കളിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ 3 പോയിന്റോടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.